എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇങ്ങനത്തെ ഈ ഒരു പൂ ഉണ്ടാക്കാം. ഇതുപോലത്തെ ഒരു പൂ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിനി വേണ്ടുന്ന ഇതെല്ലാം ഈ ഷീറ്റ് വേണം, പിന്നെ ഇത് വേണം, പിന്നെ ഇത് വേണം. നമുക്ക് ലൈനിങ്ങിൻ്റെ നല്ല പച്ച കിട്ടിയിട്ട് നമുക്ക് ഇതും വേണം. നമുക്ക് ആ പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് അതിൽ നിന്നെല്ലാം മുറിച്ചെടുത്തതാണിത്. ഇത് ഇലക്ക് വേണ്ടിയിട്ട് ഇതും വേണം. പശ വേണം, കത്രിക, പിന്നെ 2 പിന്നെ നമുക്ക് വേണ്ടുന്നത് ഈ ഗോൾഡൻ കമ്പി ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് 2. ഇത് അതുപോലെ പൂവാക്കാൻ വേണ്ടി ഇത് മുട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ടിന് നമുക്ക് ഒരു കഷ്ണം തുണിയായിട്ട് മതി മുട്ട് ഇതുപോലത്തെ മുട്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കെന്നാൽ തുടങ്ങാം. നമുക്കെന്നാൽ ആദ്യം നമുക്ക് ഇതിനെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നതായി ഇത് ചോപ്പ് ഇതാക്കാം. നമുക്ക് ആദ്യം ഇതിനൊരു 5 എത്രയാന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. 4 ആയാലും മതി അതിൻ്റെ ഉള്ളിൽ വെക്കാനല്ലേ. ഇതിങ്ങനെ ഒരു കാർഡ്ബോർഡ് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ചെറുതായി മുറിച്ചിട്ട് ഇങ്ങനെ ആക്കാം. നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഇത് 5 എണ്ണം ഉണ്ട്. നമുക്കിത് ഒന്ന് ഒട്ടിക്കണം. ഒന്ന് ഒട്ടിക്കാലോ. ഇതാ ഈ 5 അതളും നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ട് അഞ്ചെണ്ണം ഒട്ടിച്ചു. നമുക്കിതൊന്നിങ്ങനെ ആക്കി കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനാണ്. പിന്നെ നമ്മൾ വെള്ളമുണ്ട് മേലെയുള്ള ഈ വെള്ളം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇനുണ്ട് കുറച്ച് വലുത്. ഇങ്ങനത്തെ ഒന്ന് കാർബോർഡ് മുറിച്ചെടുത്ത് ഇതുപോലെ ഇതുപോലെ 5 എണ്ണം ആക്കാം, 4 എണ്ണം ആക്കിയാലോ എങ്ങനെയായാലും മതി. നിങ്ങളെ സൗകര്യം പോലെ ആക്കാം. ഒരുപാടൊന്നും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെ ഇതിനെ കൊണ്ടുവന്ന് ഇതെല്ലാം ആക്കുന്നത്. നമുക്കെല്ലാം കയ്യിൽ കിട്ടുമ്പം കൊണ്ടിങ്ങനെ പഠിച്ചാലേ ഇതൊന്നും നമ്മൾ പഠിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നതാണെന്നുണ്ട്. പഠിച്ചിട്ടൊന്നും ആക്കുന്നതൊന്നല്ല, നമ്മുടെ മനസ്സിൽ തോന്നിക്കോളൂ ഇങ്ങനെ ഓരോന്ന് കിട്ടുമ്പോൾ. അതുപോലെ 4 എണ്ണം ആക്കിയിട്ടുണ്ട്. ഞാൻ 4 എണ്ണം ആയാലും മതി, വേണമെങ്കിൽ 5 എണ്ണം ആക്കാം. അഞ്ചെണ്ണായി. നമുക്കിത് ഒട്ടിക്കണ്ടേ. ഇത് നമുക്ക് അതുപോലെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചെന്ന പോലെ ഒട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ 5 അതളും ഞാൻ ഒട്ടിച്ചു. ഇത് നമുക്കതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇത് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഇങ്ങനെ ഒരു ഇത് തോന്നിയതാണ് എനിക്ക്. അങ്ങനെ വെച്ച് കാണുമ്പോൾ നല്ല സ്റ്റൈലുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചു നെയ്യുണ്ട്. എന്താ രസമില്ല ഇങ്ങനെ കാണാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു പൂമ്പൊടിയും കൂടെ വേണം.
അതിന് നമുക്ക് ഈ മഞ്ഞായതും ആക്കിയിട്ടേ ഇതുപോലെ ഒന്ന് നിങ്ങൾക്കറിയില്ലേ മുറിക്കുന്നത് ചെറുതായി ഇങ്ങനെ അരിഞ്ഞിട്ട് നറുക്ക് ഇങ്ങനെ പൂമ്പൊടി വെച്ച് കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഗോൾഡൻ കമ്പി ഇങ്ങനെ വളച്ചിട്ട് ഇതാണ്. ഒരു പണിയില്ലായിരുന്നു, ഒരു പൂന്നാക്കാൻ ഒരു പണിയില്ല. പക്ഷേ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുവേ. എന്നാലും നമുക്ക് ഒന്നിച്ചൊന്നും ചെയ്യണമെന്നില്ലല്ലോ. വീട്ടിലെല്ലാം ഒരു പൂവാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചെയ്താൽ മതിയല്ല. ഞാനിപ്പോൾ 2 ദിവസമല്ലേ ഇങ്ങനെ കഴുത്ത് നേരെ പിടിക്കാനാവുന്നില്ല, അല്ലാണ്ട് വിഷമമുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യാം. കുറച്ചാളൊന്നും തൊട്ടിട്ടേ പിന്നെ ഞാൻ തൊടുകയില്ല. പിന്നെ അതേ ഇങ്ങനെ കിടത്തത്തിലായിട്ട് പോകുന്നില്ല, പേടിയുണ്ട്. ഞാൻ ഇതുപോലത്തെ ഇതിന് ചുറ്റിയിട്ടുണ്ട്. ഇനി ഒരു കെട്ട് നല്ല കെട്ട് കൊടുക്കാൻ. ഇത്രയുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. കാണാൻ നല്ലൊരു രസമില്ലേ ഇത് കാണാൻ? ഉണ്ടല്ലേ ഇങ്ങനെ ആക്കി. ഇനി നമുക്ക് ഇത് തണ്ടിന് ഇത് ചുറ്റി കൊടുക്കാം. ലൈനിങ്ങിൻ്റെ തുണി ചുറ്റി കൊടുക്കാൻ ഇങ്ങനെ ഒരു കഷ്ണം മുറിച്ചെടുക്കാം. ഇന്ന് കുറച്ചിങ്ങനെ പശ വരച്ച് കൊടുത്തിട്ട് ഇതാ ഈ തണ്ടിന് നമ്മൾ ഇത് ചുട്ടി കൊടുത്തു. ഇനി നമുക്കിതുപോലെ ഇതുവാക്കി കൊടുക്കണ്ടേ, മുട്ടാക്കണ്ടേ. മുട്ടയും തുണിയിൽ ഉള്ളിൽ വെക്കാൻ എന്തെങ്കിലും മതി, പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും മതി. നമുക്കതിങ്ങനെ വെച്ചിട്ടേ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇനി അതിനായിട്ട് പെരുത്തിപ്പോയൊന്നും വേണ്ട. ഇതാ ഇത് തുണിയായാലും മതി, ഇങ്ങനെ വെക്കുന്നത് ഒരു തുണിയായാലും മതി. ഇതാ ഇങ്ങനെ മുട്ടായി. ഇത് മുമ്പേ കാണിച്ചു തന്നല്ലേ ഇതുപോലത്തെ മുട്ടായി. നമുക്ക് ഇതിനൊന്ന് കെട്ടിക്കൊടുത്താൽ ഞാൻ വീണ്ടും ഇപ്പം ചുറ്റിയിട്ട് കാണിച്ചു തരാം. മുട്ട പൂവിത ഇതെല്ലാം ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടായില്ലത്. ഇപ്പം നിങ്ങൾക്ക് ഇല ഉണ്ടാക്കി ഞാൻ കാണിക്കണമെങ്കിൽ കാണിക്കാം. ഞാൻ എന്താ ഇത് രണ്ടെണ്ണം ഉണ്ട്. ഒരേപോലെ വെച്ചിട്ട് ഇതിന് മുമ്പേ കാണിച്ചതല്ലേ, കാണാത്തവർക്ക് ഒന്നുകൂടി കാണിക്കാം. നല്ല നല്ല പൂവെല്ലാം ഉണ്ടത്ര നമുക്ക് ആക്കാൻ ഒരുപാടുണ്ട്. ഞാനിങ്ങനെ വയ്യാത്തതുകൊണ്ടാണ് പൂവാക്കാനിരിക്കാൻ. നമുക്കെല്ലാം കുറച്ച് കുറച്ചായിട്ട് ആക്കണം. ഉണ്ടല്ലേ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടായില്ല, കണ്ടില്ലേ? ഇതാ എല്ലാ ഇലയെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഓരോന്നിടത്തേനിങ്ങനെ ഉണ്ടല്ലേ? ഇതാ ഇർക്കിലിനാണ് ഞാനിത് സെറ്റ് ചെയ്തിന്. എല്ലാവരും ഇർക്കിലിനാണ് ഇതാണ്ട, എല്ലാം ഓരോരോ ഇർക്കിലിന്. അപ്പോൾ അതെല്ലാം രസമായി നോക്കറതാ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കണ്ടല്ലോ. എല്ലാം ചെയ്യുമ്പോൾ തന്നെ ആദ്യം മുട്ട് സെറ്റ് ചെയ്യുക, പിന്നെ എല്ലാം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാമെങ്കിൽ ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യണ്ടേ. ഇതുപോലെ ഇതിങ്ങനെ പിടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇളകി പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഒരു നൂലെടുത്ത് അവിടെ കെട്ടി കൊടുത്താൽ മതി. ഇതാ നല്ല രസമായില്ലേ? ഇതാ ഇല ഇതുപോലെ ഇലയും വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ
പൊട്ടിച്ച് കൊടുത്താൽ മതി. ഇല എത്ര ഇല വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം. ഞാനിപ്പോൾ ഇത് ഇത്രയും ആക്കിയിട്ട് എന്താ എന്തൊരു രസമാണെന്ന് നോക്കറ. ഇതെല്ലാം വെറും നമ്മൾ ചാടിക്കളയുന്നതല്ലേ. എന്താ നല്ല മനോഹരമായിട്ട് കാണാൻ നല്ല രസമായില്ലേ. ഇനി എല്ലാം ഉണ്ടാക്കി നോക്കണം എല്ലാവരും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.